മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പൂട്ടാൻ അവർ എത്തുകയാണ്. അച്ഛൻ മുഖ്യമന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം തനിക്ക് നേരെ ഒരു അന്വേഷണവും ഉണ്ടാകില്ല എന്ന് സമാധാനിച്ചിരുന്ന വീണയെ പൊക്കിയെടുത്ത ചോദ്യങ്ങൾ ചോദിച്ച് കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച് പൂട്ടാൻ തന്നെയാണ് അന്വേഷണ ഏജൻസികളുടെ നിലപാട് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. മാസപ്പടി വിവാദത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം തുടങ്ങി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മാധ്യമപ്രവർത്തകയെ അപമാനിച്ച സുരേഷ് ഗോപിക്കെതിരെ കേരള പോലീസ് ഗുരുതര വകുപ്പുകൾ ചുമത്തിയ ചർച്ച നടക്കുന്നതിനിടെയാണ് പുതിയ വാർത്ത. രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കും 135 കോടി രൂപ നിയമവിരുദ്ധമായി കൈമാറിയെന്ന ആദായനികുതി വകുപ്പ് ഇന്ററിയം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിനെ തുടർന്ന് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡിനും കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. ഫലത്തിലിത് അന്വേഷണമായി മാറും. CMRL നൽകുന്ന വിശദീകരണം നിർണായകമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് നൽകാത്ത സേവനത്തിന് പണം കൈമാറിയെന്ന ആരോപണത്തിലാകും പ്രധാന അന്വേഷണം. മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ കേസ് അന്വേഷിക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ഇന്നേക്കകം ബോധിപ്പിക്കാനാണ് കമ്പനിക്കാരി അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ നോട്ടീസ്. CMRL കമ്പനിയുടെ 13.4% ഓഹരി ഉടമസ്ഥത KSADCക്കുള്ളതിനാലാണ് അവർക്കും നോട്ടീസ് അയച്ചത്. 5 ചോദ്യങ്ങളാണ് പ്രധാനമായും ചോദിക്കുന്നത്. CMRL നൽകിയ 135 കോടി രൂപ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ലേ? രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്ന സംഭാവനകൾക്ക് 100% ആദായനികുതി ഇളവ് നൽകുന്ന 80 GGB വകുപ്പ് പ്രകാരമല്ലാതെ എന്തുകൊണ്ട് തുക കൈമാറി? രാഷ്ട്രീയ നേതാക്കൾക്ക് നേരിട്ട് പണം നൽകിയതെന്തിന്? 2016 മാർച്ച് 31 772.44 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായിരുന്ന CMRL കമ്പനി 2023 മാർച്ച് 31 7,336.82 ലക്ഷം രൂപയുടെ ആദായം നേടിയതെങ്ങനെ? കേന്ദ്ര സർക്കാർ 2019 മാർച്ച് 1 സ്വകാര്യ മേഖലയിലെ ഖനനം പൂർണ്ണമായി നിരോധിച്ചിരുന്നു. ശേഷവും CMRL കമ്പനിക്ക് ഇത്രയധികം കരിമണൽ എങ്ങനെ ലഭിച്ചു? മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി ആരോപണത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ CMRLനും കേന്ദ്ര സർക്കാരിനും നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജാണ് ഹർജി നൽകിയത്. PC ജോർജിന്റെ മകനാണ് ഷോൺ. അന്വേഷണം ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് നേരത്തെ അന്വേഷണ ഏജൻസിയെ സമീപിച്ചിരുന്നു. ഇതിൽ നടപടി ഉണ്ടാക്കാത്തതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിനിടെയാണ് കേന്ദ്ര ഏജൻസി നടപടി തുടങ്ങുന്നത്. മാസപ്പടി കേസിൽ രാഷ്ട്രീയ നേതാക്കളും കമ്പനിയും ചേർന്നുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്നും കേരള തീരത്തെ അനധികൃത മൈനിങ്ങിനായി വൻ തുക കോടിയായി ചിലവഴിച്ചിട്ടുണ്ട് എന്നും ഇത് വലിയ പൊതു നഷ്ടം കേരളത്തിനുണ്ടാക്കിയെന്നുമാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. ഇതിന് സമാനമായ ചോദ്യമാണ് കേന്ദ്ര ഏജൻസിയും ഇപ്പോൾ ഉയർത്തുന്നത്.